ഇനി അഖിൽമാരാരിലോട്ട് വരാം. ഈ ബ്ലോക്കുകൾ അടുക്കി വെക്കുന്ന സമയത്ത് എല്ലാവരും അവരുടെ ബുദ്ധിക്കനുസരിച്ചാണ് ആ ബ്ലോക്കുകൾ അടുക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് ഷിജു ഷൈജു എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ബ്ലോക്ക് കൈകൊണ്ട് അടുക്കി വെക്കുന്തോറും കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അഖിൽമാരാര് പറയുന്നുണ്ട്, ഷിജു നിങ്ങൾ കൈകൊണ്ട് ബാലൻസ് ചെയ്തു വെച്ച് അടുത്ത ജോമെട്രിക് ഗ്രൂപ്പ് എടുത്ത് വെക്കരുത് 3-4 പ്രാവശ്യം ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കറക്റ്റ് വിന്നറായത് ഷൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവാസിയാണ് വിന്നറായത്. പക്ഷേ ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തത് അഖിൽമാരാര് ഗെയിമിന്റെ സമയത്ത് ഷൈജു നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ ഓരോ ജോമെട്രിക് രൂപങ്ങൾ അടുക്കുമ്പോഴും ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ അഖിൽമാരാര് ആ പെൻഡന്റം കൊടുത്തിരിക്കുന്നത്. ഇവർ ഗെയിമിന്റെ രൂപത്തിലല്ല ഇവർക്ക് പെൻഡന്റ് കൊടുക്കുന്നതും ഇവരെ ജഡ്ജ് ചെയ്യുന്നതും. എന്ന് പറഞ്ഞിട്ടുള്ള പ്രവാസിക്ക് കൊടുക്കേണ്ട ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തിരിക്കുന്നത് ഗെയിം സമയത്ത് ഒരു കൈകൊണ്ട് ആ ഒരു ജോമെട്രി രൂപങ്ങൾ ബാലൻസ് ചെയ്ത് അടുക്കി വെച്ച് അവനോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ വ്യക്തിക്കാണ് അഖിൽമാരാര് കൊണ്ട് ഇൻഫിനിറ്റി പെൻഡന്റ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നത് അലമ്പ് അല്ലെങ്കിൽ ഇവിടെ പാർഷ്വാലിറ്റി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ടീമിന്റെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു. അതിൽ ജെറ്റിക് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയാണ് അതിൽ വിന്നർ ആയത്. പക്ഷേ അതിൽ വീണ്ടും രഞ്ജിനി ഹരിദാസ് ഏതോ അബോധാവസ്ഥയിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതോ മായാലോകത്ത് ഇരുന്നുകൊണ്ട് ജഡ്ജ്മെന്റ് പറയുന്ന പോലെ തോന്നി. കാരണം ആ കുട്ടിക്ക് വീണ്ടും ആ രണ്ടുപേരെയും വെച്ചിട്ട് വീണ്ടും ഒരു ഗെയിം ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പം അഖിൽമാരാർ അവിടെ പറഞ്ഞു, നിങ്ങൾ കിട്ടുന്ന ഒരു ചാൻസ് ആണ്, ആദ്യമായിട്ട് ഒരാളാണ് വിന്നർ ആയത്, നിങ്ങൾ 2-3 ഇന്റർവ്യൂവിൽ ചാൻസ് എടുത്തിട്ടൊന്നും അല്ലല്ലോ വന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയതാണ് കറക്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ കോംപ്ലക്സ് ഇളകിയുമ്പോൾ അവള് പറഞ്ഞ് ആ കുട്ടി പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ രഞ്ജിനി ഹരിദാസ് പറഞ്ഞു അന്ന് നീ ഔട്ട്, നീ ആ ചെക്കൻ വിന്നർ എന്ന് പറഞ്ഞിട്ടുള്ള. അതാണ് രഞ്ജിനി ഹരിദാസിന്റെ ഒരു ക്യാരക്ടർ. ഇങ്ങനെ അബ്നോർമലായിട്ട് പെരുമാറുന്ന ആൾക്കാരൊക്കെ കൊണ്ട് ജഡ്ജ്മെന്റ് പാനലിൽ ഇരുത്തിയോണ്ട് വളരെ മോശം. ആദ്യം തന്നെ ടാസ്ക് ലെറ്റർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സംശയമുള്ളവർ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയി ഒന്നും കൂടി ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കൂ. പൂജയ്ക്ക് നന്ദകിഷോറിനും റെഡ് ബാൻഡ് കിട്ടി. അപ്പൊ അവിടെ ശബ്ദം ഉയർത്തുന്നവരെയൊക്കെ അടിച്ചമർത്തുക. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരായിരിക്കും ഫൈനലിസ്റ്റിലേക്ക് വരിക. നിങ്ങൾ നോക്കിക്കോ, അതിനകത്ത് ശബ്ദം ഉയർത്തുന്നവരൊക്കെ ഔട്ടും ജഡ്ജസിനെ നമ്പി നിൽക്കുന്നവരൊക്കെ ഇന്നും ആയിരിക്കും. ഒന്നും കൂടെ നിങ്ങൾ നോക്കിക്കോ, നന്ദകിഷോറും പൂജയും ഒക്കെ എന്തായാലും ഈ അഗ്നിപരീക്ഷയിൽ ഔട്ടായിരിക്കും, കാരണം ശബ്ദം ഉയർത്തിയതിന്റെ പേരിൽ. ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ എപ്പിസോഡ് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റിയ സലീമും രഞ്ജിനി ഹരിദാസും ഏതെങ്കിലും ലഹരിയോ അല്ലെങ്കിൽ വെള്ളമോ അടിച്ചിട്ടാണോ അഗ്നിപരീക്ഷയുടെ ജഡ്ജ്മെന്റ് പാനലിൽ ഇരിക്കുന്നത്? അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ബാറിൽ ഒഴിച്ചു കൊടുക്കാനിരിക്കുകയാണോ? ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ഇന്നലത്തെ ടാസ്കിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നന്ദകിഷോർ എന്ന് പറയുന്ന ഒരു മെന്റലിസ്റ്റ്. അവർക്ക് ഇന്നലെ കൊടുത്ത ടാസ്ക് അല്ലെങ്കിൽ ഗെയിം എന്ന് വെച്ചാൽ കുറച്ച് ജോമെട്രിക് രൂപങ്ങൾ ഉണ്ടായിരുന്നു. അത് നീളമുള്ള ഒരു ബ്ലോക്കിൽ അടുക്കി വെക്കുക എന്നതായിരുന്നു അവരുടെ ടാസ്ക് അല്ലെങ്കിൽ അവരുടെ ഗെയിം. ടാസ്ക് ലെറ്റർ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ബ്ലോക്ക് ബസർ അടിക്കുന്ന ടൈമിൽ കറക്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കായിരിക്കും വിന്നർ എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കൃത്യമായിട്ട് അതിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു. ടാസ്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ജോമെട്രിക് രൂപങ്ങൾ ഏത് വിധേനയും അടുക്കി വെക്കാം. കാരണം ഒന്നും 1 by 1 ആയിട്ടല്ലാണ്ട് 1, 2, 3 ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് ഉണ്ടാക്കി എടുക്കാം എന്ന് ആ ടാസ്ക് ലെറ്റർ കൃത്യമായി പറയുന്നുണ്ട്. ഈ ടാസ്കിൽ വിന്നർ ആവുന്നവർക്ക് ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടും, ഒരു മാല പോലത്തെ ഒരു സാധനം അത് കിട്ടും. അതിൽ വിന്നർ ആകാത്ത ആൾക്കാർ നേരെ ഡേഞ്ചറസ് സോണിലേക്ക് പോകും, അല്ലെങ്കിൽ ജഡ്ജസിന് ഇവരെ ഏതെങ്കിലും കാരണത്താൽ ഡയറക്റ്റ് എലിമിനേറ്റ് ചെയ്യുക, ഡയറക്റ്റ് ഡേഞ്ചറസ് സോണിലേക്ക് കയറ്റി വിടാം. പക്ഷേ റിയ സലീമും രഞ്ജിനി ഹരിദാസും വെള്ളം അടിച്ചിട്ടാണോ ഇരിക്കുന്നത് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. കാരണം നന്ദകിഷോർ എന്ന് പറയുന്നിട്ടുള്ള മെന്റലിസ്റ്റ് റിയ സലീമും രഞ്ജിനി ഹരിദാസും വെള്ളം അടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് തന്നെ തോന്നിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ടാസ്ക് ലെറ്റർ പോലും കറക്റ്റ് വായിക്കാതെ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാതെ ജഡ്ജ്മെന്റ് പാനലിൽ പോയിരുന്ന് ജഡ്ജ്മെന്റ് ചെയ്യുകയാണ് രഞ്ജിനി ഹരിദാസും റിയ സലീമും കാണിക്കുന്നത്. അതിൽ ഇത്തിരിയെങ്കിലും കുറച്ചെങ്കിലും ബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അഖിലന്മാരാര് മാത്രമേ ഉള്ളൂ. അഖിൽമാരും അതിനകത്തൊരു ചെറിയ പണി കാണിക്കുന്നുണ്ട്, അത് ഞാൻ പറയാം. ഗെയിം ഓവറായി ബസറിന് ശേഷം രഞ്ജിനി ഹരിദാസ് എന്തോ ഒരു ഹൈ BP കൂടിയിട്ട് നേരെ നമ്മുടെ നന്ദകിഷോർ മെന്റലിസ്റ്റിനോട് പറയാണ്, നിങ്ങളുടെ ഗെയിമിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു 1 by 1 ആയിട്ട് വേണം ബ്ലോക്ക് അടുക്കി വെക്കാനെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഏത് വിധേനയും 1, 2, 3 വിധേന നമുക്ക് ആ ഒരു പിരമിഡ് അത് ഉണ്ടാക്കി എടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലും പ്രോപ്പറായിട്ട് കറക്റ്റ് ടാസ്ക് ലെറ്ററിലെ കാര്യങ്ങൾ പോലും കറക്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ ജഡ്ജ്മെന്റ് ചെയ്ത ആ രഞ്ജിനി ഹരിദാസ് ചെയ്തത് നന്ദകിഷോറിനെ ഡയറക്റ്റ് നേരെ നീ ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ യോഗ്യനല്ല, നീ നേരെ ഡേഞ്ചർ സോണിലേക്ക് പോകുമെന്ന് പറഞ്ഞു വെച്ച് റെഡ് ബെൽറ്റ് അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ആ ടാസ്ക് ലെറ്റർ പ്രത്യേകം പറയുന്നുണ്ട് 1 by 1 ആയിട്ട് അടുക്കി വെക്കേണ്ട നിബന്ധനകളൊന്നുമില്ല, 1, 2, 3 നിങ്ങൾക്ക് ഏത് വിധേനയും അവിടെ അത് മേളിൽ വെക്കാം, അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അവിടെ നിന്നാൽ മതി എന്ന് മാത്രമേ ടാസ്ക് ലെറ്റർ പറയുന്നുള്ളൂ. അതുപോലും പ്രോപ്പറായിട്ട് രഞ്ജിനി ഹരിദാസ് രണ്ടാമത് രഞ്ജിനി ഹരിദാസ് ഒരു കാരണം കൂടാതെ പൂജ എന്ന് പറയുന്ന കുട്ടീനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ശബ്ദം ഉയർത്തുന്നവരെ താഴ്ത്തുക, അല്ലെങ്കിൽ ശബ്ദം ഉയർത്തുന്നവരോട് പാർഷ്വാലിറ്റി കാണിക്കുക, അവരെ അടിച്ചമർത്തുക എന്നുള്ളൊരു കാര്യമാണ് ആ ജഡ്ജ്മെന്റ് പാനലിൽ എനിക്ക് ഇന്നലെ തോന്നിയത്. കാരണം അവരെ എല്ലാവരും രണ്ടാമത്തെ ടീമിനെ ഉള്ളിലേക്ക് കയറ്റിക്കൊണ്ട് വന്ന സമയത്ത് നമ്മുടെ ആങ്കർ ചോദിക്കുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെ ടാസ്കിൽ പൂജേനെ അകത്ത് കയറ്റിയാൽ ആർക്കെങ്കിലും എന്ന് വെച്ചാൽ വീട്ടമ്മയെ പൂജേനെ അകത്ത് കയറ്റി ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചപ്പം നമ്മുടെ രണ്ടാമത്തെ പൂജ പറയുന്നുണ്ട് എനിക്ക് പറയാനുണ്ട്, കാരണം ഒരു കരഞ്ഞതിന്റെ പേരിലാണോ അവർ അകത്ത് കയറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ടാസ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് ആ ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുകയുള്ളൂ, അല്ലാണ്ട് കരഞ്ഞതിന്റെ പേരിലൊന്നും അവരെ കയറ്റാൻ പറ്റില്ല. പക്ഷേ
അപ്പൊ രഞ്ജിനി ഹരിദാസ് ആ കാര്യം പൂജ ചോദിച്ചപ്പോൾ രഞ്ജിനി ഹരിദാസ് ചാടിയ കുട്ടിയെടുത്ത് വീണ്ടും ചോദിച്ചു, നിന്നോട് ഇന്നലെ ചോദിച്ചിരുന്നോ, നിങ്ങളോട് ഇന്നലെ ചോദിച്ചിരുന്നോ? പക്ഷെ കൂട്ടത്തോടാണ് ചോദിച്ചത്, ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്ന്. അല്ലാതെ വൺ ബൈ ആയിട്ട് ആരും പോയി ചോദിച്ചിട്ടില്ല. അതിന്റെ പേരിലാണ് പൂജേനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തത് രഞ്ജിനി ഹരിദാസ്. കഴിഞ്ഞ ദിവസം ടാസ്കിൽ വീട്ടമ്മയെ പൂജേനെ കരഞ്ഞതിന്റെ പേരിൽ അകത്ത് കയറ്റിയെന്ന് ചോദ്യം ചെയ്തവരെ, ശബ്ദം ഉയർത്തിയവരെ, ആ ടീമിന് ഒന്നടങ്കം കൊടുത്ത ലേബലാണ് അലമ്പ് ടീം എന്ന് രഞ്ജിനി ഹരിദാസ്. അപ്പൊ ഈ രഞ്ജിനി ഹരിദാസിനോട് ഞാൻ ചോദിക്കട്ടെ, ശബ്ദം ഉയർത്തുന്നവരൊക്കെ അലമ്പാണോ? ജഡ്ജസിനോട് കള്ളത്തരങ്ങളും അല്ലെങ്കിൽ അവരോട് നമ്പി നിൽക്കുന്നവരൊക്കെ ഗുഡ്? അങ്ങനെയാണെങ്കിൽ രഞ്ജിനി ഹരിദാസിന്റെ സീസണിൽ രഞ്ജിനി ഹരിദാസ് അവിടെ ശബ്ദം ഉയർത്തിയല്ലേ? രഞ്ജിനി ഹരിദാസും അലമ്പല്ലേ അവിടെ കാണിച്ചത്? കുറച്ചും കൂടി കണ്ടസ്റ്റന്റിനോടൊക്കെ കുറച്ച് മര്യാദയും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാം. കാരണം നിങ്ങളൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ പല ഷോകളും ഒക്കെ കടമ്പ വന്ന് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിന്റെങ്കിലും ഒരു ക്വാളിറ്റി കാണിക്കുക.